സ്ഥാനാർത്ഥി നിർണയത്തിൽ വിവിധ മുന്നണികൾക്കുള്ള ഉള്ളിൽ ചെങ്ങന്നൂർ സീറ്റിനെ സംബന്ധിച്ച വിവാദം പോവുകയാണ്. ജയസാധ്യതയുള്ള എ ക്ലാസ് മണ്ഡലമായിട്ടും ചെങ്ങന്നൂരിൽ ദുർബലനായ BJP സ്ഥാനാർത്ഥിയെ നിർത്തിയത് LDF സ്ഥാനാർത്ഥി സജി ചെറിയാനെ സഹായിക്കാനാണ് എന്ന ആരോപണം ശക്തമാണ്. മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള ബാബു പ്രസാദിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുന്നതിലും അമർശമുണ്ട്. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 9 പഞ്ചായത്തുകളിൽ 5 പഞ്ചായത്തും BJP പിടിച്ചെടുത്തിരുന്നു. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങൾക്കും. ശരണ്യ, എങ്ങനെയാണ് ഇത് വലിയ തോതിൽ അത് ചർച്ചയാവുന്നുണ്ടോ? എങ്ങനെയാണ് ഇതിനെ സാധാരണക്കാർ ജനങ്ങൾ കാണുന്നത്? എൽദോ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട NDA പ്രധാന പരിഗണനയിൽ, അതായത് കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വളരെയധികം വോട്ട് നേടാൻ കഴിഞ്ഞ 2 മണ്ഡലങ്ങളിലൊന്നാണ് ചെങ്ങന്നൂർ മണ്ഡലവും ഒപ്പം കായംകുളം മണ്ഡലവും. ഈ രണ്ടിടത്തെയും സ്ഥാനാർത്ഥി നിർണയവും ഒപ്പം തന്നെ അവിടുത്തെ പരിഗണനയുമാണ് ഇപ്പോൾ വലിയ ആരോപണങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുന്നത്. ചെങ്ങന്നൂരിൽ നേരത്തെ പരിഗണിച്ചിരുന്നത് സന്ദീപ് വചസ്പതിയായിരുന്നു. സന്ദീപ് വചസ്പതിയാണ് ഈ BJPയുടെ ആലപ്പുഴയിലെ തെക്കൻ വിഭാഗത്തിൽ ചുമതല ഉണ്ടായിരുന്ന ആളാണ്. സന്ദീപ് അവിടെ ചുമതല എടുത്തതിനു ശേഷം പിന്നീട് കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതായത് ചെങ്ങന്നൂർ എന്ന് പറയുന്നത് BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് എന്നുള്ളതാണ്. അത് കണക്കുകൾ വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴും അത് അങ്ങനെ തന്നെയായിരുന്നു. കാരണം ശ്രീധരൻ പിള്ളയൊക്കെ മത്സരിച്ച സമയത്ത് 42,000 വോട്ടുകൾ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വലിയ മത്സരം കാഴ്ചവെച്ച ഇടമാണ് ചെങ്ങന്നൂര്. അതുകൊണ്ട് തന്നെ A ക്ലാസ് മണ്ഡലം എന്ന് പറയുമ്പോഴും പിന്നീട് അവിടെ വരുന്ന സ്ഥാനാർത്ഥികൾ ദുർബലന്മാരാണ് എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. അത് സജി ചെറിയാനെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള ആക്ഷേപം ഇപ്പോൾ പരക്കെ BJP പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. സന്ദീപിനെ ചെങ്ങന്നൂരിൽ നിന്നും, അതായത് ഇത്രയും കാലം അവിടെ പ്രവർത്തിച്ചിരുന്ന സന്ദീപിനെ ചെങ്ങന്നൂരിൽ നിന്നും ഹരിപ്പാടേക്ക് മാറ്റി എന്നുള്ളതാണ്. അവിടെ നേരത്തെ BJPയുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന ഗോപകുമാറിനെ അവിടേക്ക് സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ സന്ദീപ് ചുമതല ഉണ്ടായിരുന്ന സമയത്താണ് അവിടെ 9 പഞ്ചായത്തുകൾ, അത് ഞെട്ടിക്കുന്ന ഒരു കണക്കായിരുന്നു. സംസ്ഥാനത്ത് തന്നെ ഇത്രയധികം പഞ്ചായത്തുകൾ പിടിച്ചൊരു മണ്ഡലമില്ല. അതായത് 9 പഞ്ചായത്തുകളിൽ 5 പഞ്ചായത്തുകൾ BJP ഭരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. അപ്പോൾ അത്രയധികം വോട്ടുകൾ അവർക്ക് അവിടെ പിടിക്കാൻ കഴിഞ്ഞു. ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പോടെ വലിയൊരു അട്ടിമറി വിജയം അവർക്ക് അവിടെ കൈവരിക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. അവിടെയാണ് താരതമ്യേന ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ BJP ഉപയോഗിച്ചു എന്നുള്ള ആക്ഷേപം വരുന്നത്. സന്ദീപ് വചസ്പതിയെ എന്തുകൊണ്ട് അവിടെ നിന്നും, അതായത് അവിടെ ദീർഘകാലമായി പ്രവർത്തിക്കുകയും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സന്ദീപിനെ ഹരിപ്പാടേക്ക് മാറ്റി എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോൾ ഹരിപ്പാടും അത്തരത്തിലൊരു വലിയ വെല്ലുവിളി ഉയർത്താൻ രമേശ് ചെന്നിത്തല മത്സരിക്കുന്നിടത്ത് ഒരുപക്ഷെ സന്ദീപിന് കഴിയില്ല. പക്ഷേ തുടർച്ചയായി അവരെ ഒരു BJP പ്രവർത്തകരെ അടക്കം ഏകോപിപ്പിച്ച് താഴെത്തട്ടിലടക്കം പ്രവർത്തനം കൊണ്ടുവന്ന് ഒരു മത്സരത്തിലേക്ക് കൊണ്ടുവന്ന ഒരാളെ എന്തുകൊണ്ട് മാറ്റി എന്നുള്ളതാണ് ആക്ഷേപം ഉയർന്നത്. എന്തായാലും അത് ആ വിവാദം BJPയിൽ പുകയുകയാണ്. ഗോപകുമാർ അത്ര വിജയ സാധ്യതയുള്ള അല്ലെങ്കിൽ വോട്ട് പിടിക്കാൻ കഴിയുകയോ ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നു. ഇതേ അവസ്ഥ തന്നെ UDFിലുമുണ്ട്. UDFിൽ ആദ്യം ബിനു ചുള്ളിയിൽ അടക്കമുള്ള ആളുകളുടെ പേരുകൾ, യൂത്ത് കോൺഗ്രസ് നേതാവ് ബിനു ചുള്ളിയിൽ അടക്കമുള്ള ആളുകളുടെ പേരുകൾ കേട്ടിരുന്നു. മറിയ ഉമ്മന്റെ പേര് ചെങ്ങന്നൂരിൽ കേട്ടിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി UDFും എത്തി നിൽക്കുന്നത് DCC പ്രസിഡന്റായ ബാബു പ്രസാദിന്റെ പേരിലാണ് എന്നുള്ള വിവരമാണ് നമുക്ക് അന്തിമമായി ലഭിക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ ബാബു പ്രസാദും ഒരു ശക്തനായ സ്ഥാനാർത്ഥി അല്ല എന്നുള്ള ആക്ഷേപം, കാരണം മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ഒരാളാണ് ബാബു പ്രസാദ്. ബാബു പ്രസാദിനെ കൊണ്ടുവന്ന് അവിടെ മത്സരിച്ചാൽ വോട്ട് ലഭിക്കില്ല എന്നുള്ള ആക്ഷേപം ഉയർന്നിട്ട് ബാബു പ്രസാദിനെ അവിടെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കരുത്, അതായത് സജി ചെറിയാനും രമേശ് ചെന്നിത്തലയുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ബാബു പ്രസാദിനെ പോലുള്ള ആളെ, അല്ലെങ്കിൽ ആ മണ്ഡലത്തിന് യോജിക്കാത്ത ഒരാളെ അവിടേക്ക് കരുതുന്നത്. അല്ലെങ്കിൽ അവിടേക്ക് ഇപ്പോൾ അന്തിമ ലിസ്റ്റ് പുറത്തു വന്നിട്ടില്ല, പക്ഷെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ബാബു പ്രസാദിന്റെ പേരാണ് ആദ്യ പരിഗണനയിൽ എന്നുള്ള വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ ഒരാളെ അല്ല അവിടെ എടുക്കേണ്ടത് എന്നുള്ള ആക്ഷേപം, അത് സംബന്ധിച്ച് പരാതിയും ചെങ്ങന്നൂരിലെ ബാബു പ്രസാദിനെ പരിഗണിക്കരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള പരാതി വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന ആളെ യൂത്ത് കോൺഗ്രസ് നേതാവ് ലിജോ ഈരിയിലാണ് രേഖാമൂലം ദീപാദാസ് മുൻഷിക്ക് പരാതി നൽകിയിട്ടുള്ളത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ബാബു പ്രസാദിന് അവിടെ ഒരു വോട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവല്ല, അദ്ദേഹത്തിന് ഒരു കാരണവശാലും അവിടെ എത്തിക്കരുത്, UDFിന്റെ പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇത് LDFും UDFും BJPയും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ്. സജി ചെറിയാനെ പോലുള്ള ഒരാൾ മത്സരിക്കുന്ന ഒരിടത്ത് അവിടെ ശക്തരായ സ്ഥാനാർത്ഥിയെയാണ് ഉപയോഗിക്കേണ്ടത്. അത് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ള ചോദ്യം അന്തരീക്ഷത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിപ്പോൾ BJPക്കകത്തും UDFിനകത്തും പുകയുകയാണ്. ചെങ്ങന്നൂർ സീറ്റിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, അവിടെ മുന്നണികൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളാണ് ശരണ്യ സ്നേഹജൻ പങ്കുവച്ചത് ആലപ്പുഴയിൽ നിന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.